ചേച്ചിയുടെ കുട്ടിക്കാലത്തെ വിഷുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ എങ്ങനെയായിരുന്നു? കണി കാണാനും അതുപോലെ ആ കൈനീട്ടം കിട്ടാനുള്ള ഒരു ആവേശമൊക്കെ കൈനീട്ടം കിട്ടാനുള്ള ആവേശം കുട്ടിക്കാലത്ത് മാത്രമല്ല ഇപ്പോഴും ഇപ്പോഴും ഉണ്ട്. അതൊരു എനിക്ക് തോന്നുന്നു ആക്രാന്തം കൂടി വരുന്നുണ്ടോ ഈ കുട്ടിക്കാലത്ത് 10 രൂപയാണെങ്കിൽ ഇപ്പൊ നമുക്ക് എനിക്കൊരു ആണ്ടി ഉണ്ടായിരുന്നു ഇപ്പോഴും 5 രൂപയുടെ ആ തുട്ടില്ലേ ആ. 5 അത് പക്ഷെ എനിക്ക് തോന്നുന്നത് ലൈഫിൽ ഒരുപാട് വാല്യൂസ് നമുക്ക് അവർക്ക് അത് കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു വിഷമം എന്നുള്ള ലെവലിലേക്ക് തന്നെ മാറി അതെ, അതെ, തുടങ്ങിയിട്ടുണ്ട്. അപ്പം വിഷുവിന് ശരിക്കും ഓള് പറഞ്ഞ മാതിരി വിഷുവിന്റെ കണികളും അല്ലെങ്കിൽ കാശ് കിട്ടുന്ന എല്ലാം ഉപരി പെർഫോമൻസസിനാണ് എപ്പോഴും നമുക്ക് എനിക്ക് തോന്നുന്നത് എനിക്ക് അത് ഓണമായിരുന്നാലും ശരി ക്രിസ്മസ് ആയിരുന്നാലും ശരി എല്ലാ ഫെസ്റ്റിവൽസ് എന്നെ ഓർമ്മിപ്പിക്കുന്നത് ഡാൻസ് പ്രോഗ്രാംസ് ആണ്, സ്റ്റേജ് പെർഫോമൻസസ്. അപ്പൊ അതുകൊണ്ട് എൻ്റെ ഓർമ്മയിൽ എപ്പോഴും നല്ല ഭംഗിയുള്ള മഞ്ഞക്കണിയും ഒക്കെ ഉണ്ടെങ്കിലും റിലേറ്റ് ചെയ്യുന്നത് എപ്പോഴും പെർഫോമൻസിനെയാണ്. അപ്പം നല്ല പ്രോഗ്രാംസ് ചെയ്യാനുള്ള ഭാഗ്യം ഒരുപാട് അടുത്ത് ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അതിപ്പോഴും ദൈവാനുഗ്രഹം കൊണ്ട് ഇപ്പൊ നോക്കൂ ഇന്നും എനിക്ക് കളിക്കാനുള്ളൊരു. ഇന്ന് രാവിലത്തെ വിഷു ഓർമ്മകൾ എങ്ങനെയായിരുന്നു? വീട്ടിലത്തെ വിഷു വിശേഷങ്ങളൊക്കെ നിങ്ങൾ ഫാമിലി ആയിട്ട് നാട്ടിലുണ്ടായിരുന്നോ അതെയോ? അച്ഛൻ ശരിക്കും പറഞ്ഞ വള്ളത്തോൾ ഫാമിലിയിലെ അംഗമാണ്. അച്ഛൻ വള്ളത്തോളിന്റെ മരുമകനാണ്. അപ്പൊ വള്ളത്തോളിന്റെ അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒറ്റപ്പാലത്തേക്കൊക്കെ പോണ്ടി വരും. അമ്മ തൃശ്ശൂർക്കാരിയാണ്. അപ്പൊ കുറച്ച് വ്യത്യാസമൊക്കെ അവരുടെ ഫെസ്റ്റിവൽസിലൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ ട്രിവാൻഡ്രത്തേക്ക് വന്നപ്പം ഞാൻ ശരിക്കും ജനിച്ചു വളർന്നത് ട്രിവാൻഡ്രത്ത് തന്നെയാണ്. അപ്പൊ വീട്ടിലത്തെ വിഷു എന്ന് പറയുന്നത് നമ്മൾ ഡെഫിനറ്റ്ലി വിഷു കണി വെക്കും. അതൊരു സംസ്കാരത്തിന്റെ ഭാഗം മാത്രമല്ല, ഒരു ഐശ്വര്യത്തിന്റെ ഭാഗം.